AK ഷാനിബിലേക്ക്. ഷാനിബിന് മറുപടി നൽകാം. ഷാനിബിന് മറുപടി നൽകുമ്പോൾ മുകേഷ് കേസ് അവിടെ നിൽക്കട്ടെ. അത് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്. ആ താരതമ്യത്തെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷേ ഒരു ഡിവൈഎസ്പിയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഗുരുതരമായ ആരോപണം ഇപ്പോഴും കേസെടുത്തിട്ടില്ല എന്നുള്ള കാര്യം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് രാഷ്ട്രീയ താല്പര്യമുണ്ട്. ആ രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ച് വേഗം കൂടുന്നു. അങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളിൽ പതുങ്ങുന്നു. നടപടി തന്നെ വേണ്ട എന്ന് വെക്കുന്നു. ആ രൂപത്തിൽ കാണുകയാണ്. അപ്പോൾ ഇതിൽ രാഷ്ട്രീയമുണ്ട്. അയാൾ CPM സംഘടനാ നേതാവാണ്. CPM സംഘടനാ നേതാവാണ്. ശരി, ഷാനി പറയട്ടെ. അല്ല, ഇപ്പോ ഈ ചർച്ചയിൽ തന്നെ എന്തുകൊണ്ട് പിന്നെ അറസ്റ്റ് ചെയ്യുന്നില്ല, രാഷ്ട്രീയക്കാർക്കൊക്കെ പ്രത്യേക പരിഗണന കിട്ടുന്നു എന്നതും ഈ ചർച്ചയിൽ തന്നെ ആണ് ഒരു ചർച്ചയായിട്ട് വന്നത്. അതേപോലെ തന്നെ ചർച്ചയിൽ പറയുന്നു രാഷ്ട്രീയ എതിരാളികളായതുകൊണ്ട് വേഗം കിട്ടുന്നു എന്നുള്ളത്. പിന്നെ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട കാര്യം അത് കൂടുതൽ പരിശോധിക്കാതെ എനിക്ക് അതിനെക്കുറിച്ച് മറുപടി പറയാൻ കഴിയില്ല. പക്ഷേ കാരശ്ശേരി മാഷ് പറഞ്ഞ ഒരു അല്പമെങ്കിലും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു കാര്യം കാരശ്ശേരി മാഷ് പറഞ്ഞു. അതായത് ഈ മസാല സ്റ്റണ്ട് പോലെയുള്ള കാര്യങ്ങൾ രീതിയിലാണ് കാര്യത്തെ അവതരിപ്പിച്ചത്. അതായത് ഏതെങ്കിലും ഒരു വിഭാഗം രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു, തെരഞ്ഞെടുപ്പ് സമയത്ത് ഉപയോഗിക്കുന്നു എന്ന് പറയുന്ന അതിൻ്റെ ഒരു പിന്നെ വേറൊരു വേർഷനാണ് മാഷ് പറഞ്ഞത്. മാഷ് അങ്ങനെ അത് പറഞ്ഞതിൽ അദ്ദേഹത്തോടുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ ഇത് അതിക്രൂരമായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് ഇതിനെതിരെ നടപടിയെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആളുകൾ ആവശ്യപ്പെടുകയും ഇത് ചർച്ച ചെയ്യുന്നുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഞങ്ങൾ ക്ഷേമ പെൻഷൻ 2000 ആക്കിയതും വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുത്തതും ആരോഗ്യരംഗത്തുണ്ടാക്കിയ നേട്ടങ്ങളും അതുപോലെ യുവാക്കൾക്ക് പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചതും 6 ലക്ഷം വീട് കൊടുത്തതും ഒക്കെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പറയുന്നത്. പക്ഷേ ഇത് ഈ തെരഞ്ഞെടുപ്പ് കാലം വരെ നീട്ടിക്കൊണ്ടുപോയതിൻ്റെ പ്രധാന ഉത്തരവാദിത്തം കോൺഗ്രസിനാണ്. ഇപ്പോൾ കാരശ്ശേരി മാഷു പറഞ്ഞു അയാൾക്ക് പുറത്ത് ഇത്ര പിന്തുണ കിട്ടുന്നു എന്ന രീതിയിൽ ഷാനിബയും പറഞ്ഞു, മാഷും പറഞ്ഞു. അതിൻ്റെ കാരണക്കാരൻ ആരാണ്? പാലക്കാട് നിയമസഭയിൽ മണ്ഡലത്തിൽ അവിടെ കാല് കുത്തണമെങ്കിൽ അതിന് ആരുടെ പിന്തുണ ഉണ്ടെങ്കിലാണ്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഷാഫി പറമ്പിലിൻ്റെ പിന്തുണയില്ലാതെ പാലക്കാട് ഒരു കോൺഗ്രസ് MLAക്ക് അവിടെ കാല് കുത്താൻ പോലും സാധിക്കില്ല. അത് ആർക്കാണ് അറിയാത്തത്? ഇപ്പോൾ നിസാം പറഞ്ഞു ഇത് ഒപ്പം ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞോളണം എന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം ഈ ചർച്ചയിൽ പങ്കെടുത്തോട് അദ്ദേഹം തന്നെ പറയുന്നു അയാൾ എത്രയും പെട്ടെന്ന് രാജിവെക്കണം, അയാളെ പുറത്താക്കണം എന്ന് നിസാം പോലും അഭിപ്രായം രേഖപ്പെടുത്തി. എന്നാൽ ഈ മിനിറ്റുകൾക്ക് മുമ്പ് ഷാഫി പറമ്പിലിനോട് അഭിപ്രായം ചോദിക്കുമ്പോൾ അങ്ങനെ അഭിപ്രായം പറയുന്നില്ല. ഒരു പെൺകുട്ടി, ഒന്നിലധികം പെൺകുട്ടികൾ ആക്രമിക്കപ്പെട്ട ഒരു കേസാണ്. ഇതിൽ സമാനത എന്ന് പറയുന്നത്, ഇപ്പോൾ മുകേഷിന്റെ കാര്യം മറ്റു കാര്യങ്ങൾ പറയുമ്പോൾ സമാനത എന്ന് പറയുന്നത് ഇവർ രാഷ്ട്രീയക്കാരാണ് എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഈ കേസ് എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാരായ ഒരു കേസല്ല. ചർച്ച ചെയ്തിട്ടില്ല. പക്ഷെ അന്ന് ആ കേസിനെ എങ്ങനെ നിങ്ങൾ കണ്ടു എന്നതും പ്രധാനം തന്നെയാണ്. ഒരു കേസ് മുന്നിൽ വരുമ്പോൾ അതിനോടുള്ള സമീപനം പ്രധാനം തന്നെയാണ്. അല്ല, ഞാൻ പറയുന്നത് എല്ലാ കേസും പ്രധാനം തന്നെയാണ്. പക്ഷേ ഓരോ കാലഘട്ടം ഉണ്ടല്ലോ. ഇപ്പം അന്ന് ആ കേസ് എങ്ങനെയാണ് ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ടുണ്ടായ കൂടുതൽ പരാതിയാണ്. ഞാൻ ന്യായീകരിക്കുന്നില്ല. എല്ലാ കേസും ഗൗരവമാണ്. സ്ത്രീകൾക്കെതിരെയുള്ള ഏത് ചെറുവിരൽ അനക്കവും അത് ഗൗരവം തന്നെയാണ്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് പെൺകുട്ടികളെ വലവേശി പിടിക്കുകയാണ്, ഇരപിടിയനായിട്ട് ഇയാളെ ഇറങ്ങുകയാണ്. എന്നിട്ട് എവിടെയൊക്കെയോ ഉള്ള പെൺകുട്ടികളെ ഇതിലേക്ക് വലിച്ചഴിച്ച് കൊണ്ടുവരികയാണ്. അങ്ങനെ ചെയ്യുന്നതിൻ്റെ ക്രൂരതയാണ്. അത് ചർച്ച ചെയ്യാൻ വീണ്ടും അതേ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് വിശദമായി കടന്നു പോകുന്നില്ല. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, രാഷ്ട്രീയ പിന്തുണ കിട്ടുന്നുണ്ടെന്ന് മാത്രമല്ല, അതൊരു വിഭാഗത്തിൻ്റെ മാത്രമാണ്. എല്ലാ വിഭാഗം ആളുകളും അയാളെ പിന്തുണക്കുന്നില്ല. ഷാഫി പറമ്പിലിൻ്റെ പോസ്റ്റിൽ പോയി ലൈക്കും കമൻറ്റും കൊടുക്കുന്ന അതേ ആളുകളാണ്, അവിടെ തീയും ഫയറും കൊടുക്കുന്ന അതേ ആളുകളാണ് ഇവിടെ വന്ന് തീയും ഫയറും കൊടുക്കുന്നത്. ഒരൊറ്റ വാക്ക് കൊണ്ട് അത് അവസാനിപ്പിക്കാം. നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. നാളെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കുന്നു. ഇന്ന് അറസ്റ്റ് ഉണ്ടാകണം എന്ന നിർദ്ദേശം ലഭിച്ചിട്ടും അയാൾക്ക് അത്രയും പിന്തുണ കിട്ടുന്നു എന്നുള്ളത് കൊണ്ടാണ്, ആൾക്ക് രാഷ്ട്രീയ പിന്തുണ കിട്ടുന്നു എന്നുള്ളത് കൊണ്ടാണ് അറസ്റ്റ് ചെയ്യാൻ വൈകുന്നത് പോലും. ശരി, ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.